അമ്മയെന്ന് ഉറക്കക്കരയുന്ന ഒരു മകന്റെ കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കണ്ണു നനയിക്കുകയാണ്. കഴിഞ്ഞ 9 മാസമായി അവൻ്റെ അമ്മയും കണ്ടിട്ട്. അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ കാരണമാണ് അവനന്ന് അമ്മയെ കാണാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ അവനിരിക്കുന്ന വീട്ടിലേക്കും അവൻ പോകുന്ന പള്ളിയിലേക്കും അവൻ്റെ അമ്മയും പെങ്ങന്മാരും വരണമെന്ന് അവൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ട്രെയിനിന് മുമ്പിൽ ചാടിയ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഇടയിലുള്ള ഒരേ ഒരാളാണ്. ആകെ കലങ്ങി മറിഞ്ഞ മനസ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കണ്ടത്. വേർപാടിന്റെ വേദനയിൽ ആകെ ഉലഞ്ഞുപോയ നിമിഷങ്ങൾ. കുടുംബ പ്രശ്നങ്ങൾ വേട്ടയാടിയപ്പോൾ താങ്ങാനാവാതെ ജീവനൊടുക്കിയ ഷൈനി കുര്യനും മക്കളായ അലീനയ്ക്കും ഇവാനയ്ക്കും ചുങ്കം നിവാസികൾ അന്ത്യയാത്ര മൊഴി നൽകി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അന്ത്യയാത്ര. ചുങ്കം സെന്റ് മേരീസ് കനായ കത്തോലിക്ക ഫെറോന പള്ളിയിലായിരുന്നു സംസ്കാരം. ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ മറ്റൊരത്താണ് ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഷൈനിയുടെ മനസ്സിലൊരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ മനസ്സിന്റെ വീണ്ടിപ്പൊട്ടിയ പൊന്നോമനകൾക്കായി കൂടെ വിട്ടിയും വാങ്ങി. ആ വേർപാടിന്റെ ഞെട്ടലും വേദനയും സംസ്കാര ചടങ്ങിലും ഖനീഭവിച്ചു. അച്ഛൻ നോബിനൊപ്പം കഴിയുന്ന മകൻ എഡ്വിന് നേരെ നാട്ടുകാർ ചിലർ പാഞ്ഞെടുത്തു. നീ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് നേരെ കേസ് കൊടുത്തില്ലേ എന്നായിരുന്നു പലരും പരിഭവം കലർന്ന രോക്ഷപ്രകടനം നടത്തിയത്. എന്നാൽ എഡ്വിനെ എങ്ങനെ പഴിക്കാനാകും? മുതിർന്നവരുടെ പോരിനിടയിൽ പെട്ട് ഞെരുങ്ങുകയാണ് ആ പാപം. അമ്മയുടെ മൃതദേഹത്തിനരികിൽ അമ്മയെ എന്ന് ഉറക്കെ കരയുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. എന്തു ചെയ്യണമെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് അച്ഛന്റെ കൂടെ ചേർന്ന് നീ അമ്മയ്ക്ക് കേസ് കൊടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ നൊമ്പരം അവന് താങ്ങാൻ പോലും ആകില്ല. എല്ലാം തകർന്ന് എഡ്വിൻ നിന്നു. ഇടയ്ക്ക് അനീത്യന്മാരുടെ മഞ്ചത്തെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. കണ്ടു നിന്നവരുടെ ഹൃദയത്തെ പിളർക്കുന്ന കാഴ്ച. അവനവന്റെ സഹോദരിമാരോടും അമ്മയോടും സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ കരയാൻ സാധിക്കില്ല. അത്രമാത്രം വിലാപമായിരുന്നു അവന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതൊന്നും അഭിനയമല്ല എന്ന് കണ്ടു നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കണമെങ്കിൽ അവൻ മികച്ച നടനായിരിക്കണം. അങ്ങനെയൊന്നുമല്ല എന്നും അവനൊരു സാധാരണക്കാരനാണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്നും മനസ്സിലാകുന്നു. അച്ഛന്റെ വീട്ടുകാരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ വേണ്ടെന്നെവിടെയും പറഞ്ഞിട്ടില്ല. അവന്റെ അമ്മ തന്നെയാണ്. അവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു അമ്മയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ അമ്മയും ആകെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പുകളുമില്ല. അവനത് വേദന തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അവന്റെ മനസ്സിൽ എന്നും കാണും. എല്ലാറ്റിനും സാക്ഷിയായി ചുങ്കം നിവാസികളും. ഒന്നും വിശ്വസിക്കാനാകാതെ കണ്ണീരടക്കാനാവാതെ നോക്കി നിന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷൈനിയുടെയും ഭർത്താവ് നോബിയുടെയും വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചതറിയാവുന്ന നാട്ടുകാർ ആരും നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ എല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിനായി എത്തിയതാ ഉണ്ടായിരുന്നു. 3 കാലോടെയാണ് വിലാപയാത്ര പള്ളിയിലെത്തിയത്. പള്ളിയിൽ വൻ ജനാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയും ഇവാനയും ഒരുമിച്ചൊരു കല്ലറയിലുമാണ് അടക്കിയത്. എവിടേക്കാണ് തിരികെ ചെല്ലരുതെന്ന് ഷൈനി ആഗ്രഹിച്ചത് അവിടേക്കാണ് അവരുടെ അന്ത്യകർമ്മം എത്തിയതെന്ന് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. എന്നാൽ ആ മകന്റെ മുഖമോർത്ത് ആർക്കുമൊന്നും പറയാതിരിക്കാനും തോന്നിയില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.